കോട്ടയം ഏറ്റുമാനൂരിൽ തട്ടുകടയിലെ സംഘർഷത്തിനിടെ പോലീസുകാരന് ദാരുണാന്ത്യം. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായ CPO ശ്യാം പ്രസാദാണ് മരിച്ചത്. നിരവധി കേസുകളിൽ പ്രതിയായ പെരുമ്പായിക്കാട് സ്വദേശി ജിബിൻ ജോർജ് അക്രമമുണ്ടാക്കിയപ്പോൾ ശ്യാം പ്രകാശ് ചോദ്യം ചെയ്യുകയായിരുന്നു. മർദ്ദനമേറ്റ ശ്യാം പ്രസാദ് കുഴഞ്ഞു വീണപ്പോൾ നാട്ടുകാരെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ദാരുണ മരണം സംഭവിച്ചിരിക്കുന്നു. രാവിലെ നമ്മുടെ മുൻപിലേക്ക് ആദ്യം എത്തുന്ന വാർത്ത ആ ദുരന്ത വാർത്തയാണ്. സങ്കടം നിറഞ്ഞൊരു വാർത്തയോടുകൂടി തന്നെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം തുടങ്ങേണ്ടി വരികയാണ്. സനോജ് കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. സനോജ്, എന്താണ് സംഭവിച്ചത്? രാവിലെ നമ്മൾ ഗുഡ് മോർണിംഗ് കേരളം തുടങ്ങുമ്പോൾ ഏറ്റവും സങ്കടം നിറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണ വാർത്തയാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും മനു, ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമുക്ക് രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിഷമം പിടിപ്പിക്കുന്ന ഒരു കാര്യം. എന്തായാലും കോട്ടയം ഏറ്റുമാനൂരിൽ തട്ടുകടയിലെ സംഘർഷത്തിനിടയിൽ ഒരു പോലീസുകാരന് ജീവൻ പൊലിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സങ്കടം നൽകുന്ന കാര്യം. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായിട്ടുള്ള സീനിയർ പോലീസ് ഓഫീസർ ശ്യാമപ്രസാദനാണ് മർദ്ദനമേൽക്കുകയും പിന്നീട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത്. ഇന്നലെ രാത്രിയിലായിരുന്നു ഏറ്റുമാനൂരിലെ തട്ടുകടയിൽ നിരവധി കേസുകളിലെ പ്രതിയായിട്ടുള്ള പെരുമ്പായിക്കാട് സ്വദേശി ജിബിൻ ജോർജാണ് ആക്രമണം ഉണ്ടാക്കിയത്. ഈ സമയം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ശ്യാമപ്രസാദ് ഈ ആക്രമണം ഉണ്ടാക്കുന്നത് ചോദ്യം ചെയ്തു. സ്വാഭാവികമായും പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയ ആളുകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ജിബിൻ ജോർജ് അവിടെ ബഹളം ഉണ്ടാക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തത്. ഇത് പോലീസുകാരനായിട്ടുള്ള ആൾ ചോദ്യം ചെയ്തതിനെ തുടർന്ന് അദ്ദേഹത്തിന് നേരെ ആക്രമണം തിരിയുകയായിരുന്നു. ഇതിനിടയിൽ പോലീസുകാരനെ അദ്ദേഹം മർദ്ദിച്ചു. മർദ്ദനത്തിൽ ശ്യാമപ്രസാദ് കുഴഞ്ഞു വീഴുകയായിരുന്നു. കുഴഞ്ഞു വീണ ശ്യാമപ്രസാദിനെ ഉടൻ തന്നെ ഓടിക്കൂടിയ ആളുകൾ, അതായത് തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ആളുകളെല്ലാം കൂടി ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിലേക്കുള്ള യാത്രാ മധ്യയാണ് ശ്യാമപ്രസാദിന്റെ മരണം സംഭവിച്ചത്. ഇപ്പോൾ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. അക്രമം ഉണ്ടാക്കിയ പ്രതി ജിബിൻ ജോർജിനെ പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന് നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ടായെന്നും അത്തരം കേസുകളിൽ ഇദ്ദേഹം പ്രതിയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. മനു, ഈ നിരവധി കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തിയാണല്ലോ ഇയാൾ. പുറത്തിറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നോ ഇപ്പോൾ ഉണ്ടായത്, അതോ പോലീസ് ഏതെങ്കിലും തരത്തിൽ ഇയാളെ കൊണ്ടുപോവുകയോ മറ്റോ ആയിരുന്നോ? കേസുകളിൽ പ്രതികളായിരുന്ന അദ്ദേഹം മുൻപ് കേസുകളിൽ ജാമ്യമെടുത്ത് പുറത്തിറങ്ങിയിട്ടുള്ള ആൾ കൂടിയാണ്. ഈ പ്രതി ഭക്ഷണം കഴിക്കാൻ എത്തിയതാണ്. അതിനിടയിലാണ് ഈ പോലീസുകാരൻ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തിയത്. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. ഈ ശ്യാമപ്രസാദ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ്. സ്വാഭാവികമായും ഈ ഇദ്ദേഹവും അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയതായിരുന്നു. ഈ അക്രമി ബഹളം വയ്ക്കുകയും അക്രമം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ സംഭവ സ്ഥലത്തെത്തിയ പോലീസുകാരൻ എന്ന നിലയിൽ തന്റെ സ്റ്റേഷൻ പരിധി അല്ലെങ്കിൽ കൂടിയും അദ്ദേഹം ചോദ്യം ചെയ്യുകയും മറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം കഴിക്കേണ്ടതാണ് എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നും ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഇത് ചോദ്യം ചെയ്ത ഈ അക്രമിയാണ് ഈ ശ്യാമപ്രസാദിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മർദ്ദനത്തിൽ ശ്യാമപ്രസാദ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു. കുഴഞ്ഞു വീണ ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തി ശ്യാമപ്രസാദിനെ ഉടൻ തന്നെ അടിയന്തരമായി സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ജിബിൻ ജോർജ് പോലീസിന്റെ പിടിയിലായോ? തീർച്ചയായിട്ടും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ജിബിൻ ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. അദ്ദേഹം ഒന്നും പറയല്ല സനോജ്, ഞാൻ തിരുത്തുകയാണ്. അദ്ദേഹം ഒന്നും അയാളെ വിളിക്കരുത്. ഒരു പോലീസുകാരന്റെ ജീവനെടുത്ത ഒരാളെ അദ്ദേഹം എന്ന് നമ്മൾ എന്ത് ബഹുമാനത്തിന്റെ പുറത്താണ് വിളിക്കുന്നത്? അയാളെന്ന് മാത്രം സൂചിപ്പിച്ചാൽ മതി. തീർച്ചയായിട്ടും പ്രതിയായിട്ടുള്ള ജിബിൻ ജോർജ് പോലീസ് കസ്റ്റഡിയിലാണ്. ഏറ്റുമാനൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ ജിബിൻ ജോർജ് ഉള്ളത്. ജിബിൻ ജോർജിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇദ്ദേഹത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ സ്റ്റേഷൻ പരിധിയിൽ ഇദ്ദേഹത്തിന് ഈ ജിബിൻ ജോർജിന് കേസുണ്ട് എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും ഒരു പോലീസുകാരന്റെ ജീവൻ പൊലിഞ്ഞു എന്നുള്ളതാണ്. അതായത് തീർച്ചയായും അത് തന്റെ ജോലി ചെയ്യാൻ ശ്രമിച്ചൊരു പോലീസുകാരന്റെ സമാധാനം സംരക്ഷിക്കാൻ ശ്രമിച്ചൊരു പോലീസുകാരന്റെ ജീവൻ പൊലിഞ്ഞു എന്നത് നമ്മളെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. ഇത് എപ്പോഴാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്? ഏത് സമയത്താണ് ഇത് സംഭവിച്ചത്? ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഈ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു ഈ ആക്രമണം ഉണ്ടാകുന്നത്. അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തട്ടുകടയിൽ എത്തിയതാണ്. അതേസമയത്താണ് ഈ അക്രമിയായിട്ടുള്ള ജിബിൻ ജോർജും തട്ടുകടയിലെത്തി ബഹളം വയ്ക്കുകയും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തത്. ഇത് തടയുകയായിരുന്നു ഈ ശ്യാമിന് അത്തരം ഉത്തരവാദിത്തങ്ങൾ ഇല്ലെങ്കിൽ കൂടിയും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി എന്ന നിലയിൽ സ്വാഭാവികമാണല്ലോ അത്.
ഡ്യൂട്ടി ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ അക്രമിയെ ചോദ്യം ചെയ്യുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഒഴിവാക്കാൻ പരിശ്രമിക്കുകയും ചെയ്തത്. അതിനിടയിലാണ് അക്രമിയായിട്ടുള്ള ജിബിൻ ജോർജ് ശ്യാമിന് നേരെ തിരിയുകയും ശ്യാമിനെ മർദ്ദിക്കുകയും മർദ്ദനത്തെ തുടർന്ന് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ശ്യാമ കുഴഞ്ഞു വീഴുകയുമായിരുന്നു. എന്തായാലും ശ്യാമിന്റെ മരണം പോലീസ് സേനയെ സംബന്ധിച്ച് ഏറെ സങ്കടകരമാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ ജിബിൻ ജോർജ് മാത്രമായിരുന്നോ ഉണ്ടായിരുന്നത്, അതോ ഇയാളുടെ കൂടെ ഇയാളുടെ മറ്റ് കൂട്ടാളികളോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? അതിനെക്കുറിച്ച് പോലീസ് വല്ലതും പറയുന്നുണ്ടോ? അതിനെ സംബന്ധിച്ച് പോലീസ് വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് കൂടുതൽ ആളുകളുണ്ടോ, മറ്റെന്തെങ്കിലും പ്രകോപനമുണ്ടോ, ശ്യാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ശ്യാമിനോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നോ എന്നതിനെ സംബന്ധിച്ചൊക്കെ പോലീസ് വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിബിന്റെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അക്രമിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. വിശദമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ഈ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനു. ശരി, ഏതായാലും രാവിലെ ഏറെ സങ്കടം നിറഞ്ഞൊരു വാർത്തയാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ സംഘർഷം തടയാൻ ശ്രമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അക്രമിയുടെ കുത്തേറ്റ് മരണപ്പെട്ടു എന്ന വാർത്ത ഏറെ ദുഃഖകരമാണ്. കോട്ടയത്തിനടുത്ത് ഏറ്റുമാനൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. തട്ടുകടയിൽ ഇയാൾ പ്രശ്നമുണ്ടാക്കിയപ്പോൾ അത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായ ശ്യാം പ്രസാദിന് കുത്തേറ്റുകയും പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്തത്. ഏതായാലും നിരവധി കേസുകളിൽ പ്രതിയായ പെരുമ്പായിക്കാട് സ്വദേശി ജിബിൻ ജോർജ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇയാളുടെ മർദ്ദനമേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്യാം പ്രസാദ് കുഴഞ്ഞു വീണുകയായിരുന്നു. നാട്ടുകാരെത്തി സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നതിനിടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ കടമ ചെയ്യുന്നതിനിടെ മരണം സംഭവിച്ചു എന്നത് നമ്മളെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായ കാര്യമാണ്. കടുത്ത നിയമ നടപടികളിലേക്ക് തന്നെ പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.